ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് സൺഡേ നമ്മൾ ഷെയർ ചെയ്യുന്ന ദിവസമാണ്. വളരെ അടിപൊളിയായ റിസൾട്ടുകളാണ് ഇന്ന് ഷെയർ ചെയ്തത്. ഇന്ന് നിരവധി റിസൾട്ടുകളാണ് പലരും ഷെയർ ചെയ്തത്. മെഡിക്കൽ സയൻസ് എഴുതി തള്ളപ്പെട്ട നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ വിനോദ് സാറ, അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി. അദ്ദേഹം സോറിയാസിസിനുള്ള അടിപൊളി റിസൾട്ട് ഇവിടെ ഷെയർ ചെയ്തു ഫസ്റ്റ് തന്നെ. അതേപോലെ തന്നെ ഒത്തിരി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത റിസൾട്ടാണ് പാർക്കിൻസൺസ് എന്ന് പറയണം. ഇതെല്ലാം റിസൾട്ട് ഇവിടെ കേട്ടാലും ആളുകൾ പിന്നെ വിളിച്ചു ചോദിക്കും, സാറേ പാർക്കിൻസൺസിന് റിസൾട്ട് കിട്ടുമോ സാറേ, സോറിയാസിന് റിസൾട്ട് കിട്ടുമോ സാറേ? ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായ? ഇവരൊന്നും ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യില്ല, ഇത് റെക്കോർഡ് ചെയ്ത വീഡിയോസ് കേൾക്കില്ല, റിസൾട്ട് ഷെയർ ചെയ്ത് ഗ്രൂപ്പിലേക്ക് വരുന്ന കേൾക്കില്ല. ഇവർക്കെല്ലാം കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് സ്പൂണിൽ കോരി കൊടുക്കും പോലെ കൊടുക്കേണ്ട ഗതികളാണ് ഇപ്പോഴും. അപ്പൊ അതിനാണ് നമ്മൾ ഇതുപോലുള്ള അവസരങ്ങൾ വെക്കുന്നത്. ഞാൻ കുറച്ച് കാര്യമായിട്ടാണ് പറയാം. എന്നെ എപ്പോഴും വിളിക്കുന്നുണ്ട്, സാറേ സോറിയാസിന് ആർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ, വെരിക്കോസിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ സാറേ? നമ്മളിതൊക്കെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഇത് കേൾക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഷെയർ ചെയ്യാനും നമ്മൾ തയ്യാറാകണം. അല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല. ഞാൻ വലിയ ഡയറക്ട് സെല്ലറാണ്, ഞാൻ വലിയ ബയോട്ടോറിയത്തിന്റെ വലിയ ലീഡറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായ? ഇനി എന്തിനാ റിസൾട്ട് കിട്ടാത്തത്? ഇനി മേലാൽ എന്നെ ഒരാൾ വിളിക്കരുത് ഇങ്ങനത്തെ കാര്യം ചോദിച്ചിട്ട്, റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അല്ലെ, അമസ്മാരത്തിന് റിസൾട്ട് ഉണ്ടോ സാറേ? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു ചോദിക്കുക. ഞാൻ പറഞ്ഞു എത്ര റിസൾട്ടുകൾ ഇല്ലേ, കേട്ടില്ലേ? ഇപ്പം വയനാട്ടിൽ നിന്നുള്ള നമ്മളെ കാർത്തിയാനി ചേച്ചി പറഞ്ഞത്, അതിലെ ക്ഷീര കർഷകയാണ്. അവരൊക്കെ ജീവിതം പോലെ ജീവനായിട്ട് ഇതിനെ സ്നേഹിച്ചു കൊണ്ട് നടക്കുക. ആ വയനാടൻ മലയോര മേഖലകളിൽ നിന്നും ആളുകൾ ഇത് പറയുമ്പോൾ 10,000, 16,500, 19,300 എടുക്കാനുള്ള ശേഷിയുള്ളവരില്ല, എന്തെങ്കിലും കൊടുക്കില്ല. കാരണം ആളുകൾക്കൊന്നും വിശ്വാസമില്ലല്ലോ. ഇതെന്തോ തട്ടിപ്പാണ്, മന്ത്രമാണ്, തന്ത്രമാണ്, ഇതാളെ പറ്റിക്കാൻ നടക്കുന്നതാണെന്നുള്ളതാണ് ഇപ്പോഴും ഈ ആളുകളുടെ വിചാരം. കാരണം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആണി അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, തട്ടിപ്പാണെന്നുള്ളത്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള റിസൾട്ടുകൾ, എന്തിനാ റിസൾട്ട് ഇല്ലാത്തത്? ഇല്ലേ? നമ്മുടെ ശ്രീകുമാർ സാർ റിസൾട്ട് പറഞ്ഞു, അത് അവിടെ നിന്ന് മേഡം റിസൾട്ട് പറഞ്ഞു, ചിത്ര മേഡം പറഞ്ഞു. ജീവിതം പോയി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു എന്നതിന് തുല്യമാണ്, അല്ലേ? കണ്ണുകൾ ചലിപ്പിക്കാതെ ശരീരം തണുത്തുപോയി. അവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച്, അല്ലേ? വിത്തിൻ സെക്കൻഡ്സ് തന്നെ നല്ല റിസൾട്ട് വരാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ആ പ്രൊഡക്റ്റാണ് അവരുടെ ജീവൻ നൽകിയെന്നുള്ളതാണ്. ഇനി എന്തിനാ റിസൾട്ട് ബാക്കിയുള്ളത്? ചെറിയ റിസൾട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ ചില ആളുകൾ. കൈ അനങ്ങുന്നില്ല, കൈക്ക് മരവിപ്പാണ്, അത് ചെറിയ റിസൾട്ടാണ്. ആലോചിച്ചോക്കണം. മറ്റുള്ളവരത് വലിയ റിസൾട്ടാണ്. ഞങ്ങളുടെ കൈ അനങ്ങാതെ ഇപ്പൊ അവസാനം പറഞ്ഞ ഡോക്ടറെ വീട്ടിൽ, ഇനി അവരോട് ഡോക്ടറെ വീട്ടിലെ ജോലിക്ക് പോകണ്ടെന്ന് പറയണം കേട്ടോ. ആ ജോലി ഉപേക്ഷിക്കാൻ പറ അവരോട്. 3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നീർക്കെട്ടാന്ന് പറഞ്ഞിട്ട് ഇനി ജോലിക്ക് പോകല്ലേ, ബയോട്ടോറി ഏറ്റെടുക്കാൻ പറ അവരോട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം, ആ സുഹൃത്തിനോട് ഞാൻ പറയാം, ആ ജോലി ഇനി വേണ്ട. മനസ്സിലായ? ആ ഡോക്ടർക്ക് അവർക്ക് ആരോഗ്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഡോക്ടർക്ക് ഇത്രയും വർഷം, ഏത് ഡോക്ടറായാലും വേണ്ടിയില്ല, ഇത്രയും വർഷം അവരെ സേവിച്ചിട്ട് അസുഖം വന്നപ്പോൾ അവരെ പുറന്തള്ളി കളഞ്ഞു, അല്ലേ? 3 മാസം റെസ്റ്റ് എടുത്തോന്ന് വേഗം ഒഴിവാക്കുക. മനസ്സിലായില്ലേ? എന്ത് മനുഷ്യത്വം! അതുകൊണ്ട് അവരോട് ഞാൻ പറയുന്നത് ആ ജോലി ഉപേക്ഷിക്കണം അവര്. എന്നിട്ട് ബയോട്ടോറിയത്തിന്റെ വക്താവായിട്ട് നിൽക്കാൻ പറയും അവരോട്. എത്രയോ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കിട്ടുമോ അവർക്ക്, ഒരു സംശയം വേണ്ട. ഈ രീതിയിലേക്ക് ഏറ്റെടുക്കണം എല്ലാവരും എനിക്ക് പറയാനുള്ളത്. ഞാൻ നിർത്തുകയാണ്, കാരണം ഒത്തിരി സമയം വൈകിയുണ്ട്. മനസ്സിലായില്ലേ? അവിടെ തൻ്റെ ഇടത്തോടെ, നെഞ്ചുറപ്പോടെ, നിലപാടോട് കൂടിയിട്ട് ആരുടെ മുമ്പിൽ, ഏത് ഡോക്ടറല്ല, ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിലും നമുക്കിത് വിശദീകരിച്ചു കൊടുക്കാനും, ഇല്ലേ? എന്റെ ഡെമോസ് ഹൃദയം തുറന്നിട്ടാ പറഞ്ഞ, ഓരോരോ ആളുകൾ പറയുമ്പോണ്ടല്ലേ ഹൃദയം വിങ്ങി പൊട്ടുക. കാരണം അത്രയും വലിയ ഗ്രേറ്റ് റിസൾട്ടാണ് ഇന്നിവിടെ ഷെയർ ചെയ്തതെന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ വരും, അതെല്ലാവരും ഷെയർ ചെയ്ത് ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചുകൂടെ. ഈ ലാഗ് ചെയ്ത് പോകരുത് ഇനി അടുത്ത പ്രോഗ്രാം മുതൽ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ സയൻസ് എന്താണ്, ഇതെങ്ങനെയാണ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ട് ഇതിന്റെ സയൻസിനെ കുറിച്ച് പറയുന്നതും ഈ കമ്പനിയെ കുറിച്ചും എല്ലാം വ്യക്തമാകുന്ന ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും, അല്ലേ? നമുക്ക് ജീവിക്കണമെങ്കിൽ, ഭക്ഷണം അകത്തേക്ക് പോകണമെങ്കിൽ വരുമാനം വേണം. വരുമാനം ഇല്ലെങ്കിൽ കടയിൽ പോയാൽ സാധനം കിട്ടില്ല. കിട്ടുമോ? ഇല്ല. അപ്പോ ഇന്നലെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുക, എന്നൊരു ഗ്രൂപ്പിൽ, ഞങ്ങൾ ഇവിടുത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാണ്. അടുത്ത ദിവസം എന്താണ് ജോബ് മേള, തൊഴിൽ മേള നടക്കുകയാണ് ഇന്ന സ്ഥലത്ത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ കുട്ടികളെ അവിടത്തേക്ക് പറഞ്ഞു വിടണം, സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയുമായിട്ട് രാവിലെ തന്നെ എത്തണം, 9 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങുക. അത് വായിച്ചപ്പോ എനിക്ക് ചിരിയാ വന്നത്. മനസ്സിലായ? തൊഴിലന്വേഷിച്ച് മക്കളെ പറഞ്ഞുവിടെ. ആലോചിച്ച് നോക്കിയ നിങ്ങള്.
എന്ത് ശമ്പളം കിട്ടും എന്റെ പൊന്നു സുഹൃത്തുക്കളെ? നിങ്ങളെ തൊഴിൽ നില പദം അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടല്ല. ബയോട്ടോറിയം നെഞ്ചിലേറ്റിട്ട് ഇതും കൊണ്ട് നടക്ക്. സീമോർ പീപ്പിൾ. ആളുകൾ കളിയാക്കിക്കോട്ടെ, പുച്ഛിച്ചോട്ടെ. ആളുകൾ എത്രയോ ആളുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കൾ. ജോലിക്ക് പോവാം മക്കളിവിടെ. നോക്കണം, എന്തിനാ ജോലി ഇവിടെ, അല്ലേ? അതിനേക്കാൾ പുണ്യ പരിപാവനമായ ബയോട്ടോറിയം നിങ്ങൾ ഏറ്റെടുത്തിട്ട് നൂറ് കണക്കിന് ആളുകളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാനുള്ള ചങ്കൂറ്റം കാണിക്കും. ഒരു സംശയവും വേണ്ട. അടുത്ത ദീപാവലി ആകുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നമ്മുടെ സമൂഹത്തിലും വലിയ ദീപപ്രകാശം ചൊരിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോട്ടോറിയത്തിലൂടെ സാധിക്കും. ദീപാവലി എന്ന് പറഞ്ഞ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഉത്സവത്തിന്റെ, അല്ലെ? നാളെ ദീപാവലിയാണ്, അല്ലെ? സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, ഇല്ലേ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്ന്, ഇല്ലേ, സന്തോഷത്തിലേക്ക്, ഇല്ലേ, വിജയത്തിലേക്ക് ഒരു തിരികൊളുത്തലാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ദീപാവലി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ദീപാവലി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പൊ തന്നെ ദീപാവലി തെളിഞ്ഞിട്ടുണ്ട്, അല്ലേ? ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും സമാധാനവും നൽകുന്ന വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുകയാണ്. നാളെ ദീപാവലി ദിവസം ഞങ്ങള് കൊട്ടാരക്കര ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞു മെഗാ BOP സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകൾ ആ പ്രോഗ്രാമിൽ എത്തണം. നാളത്തെ മെഗാ BOPയുടെ ഒരു പ്രത്യേകത, BOP കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ദീപാവലി ദിവസം എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അവിടുന്ന് പിരിയണം. സാധാരണ അങ്ങനെ BOPക്കൊന്നും നമ്മൾ പ്രോഗ്രാമിൽ ഭക്ഷണമൊന്നും കൊടുക്കാറില്ല. കാരണം നാളത്തെ പ്രോഗ്രാം, അതുകൊണ്ട് വരുന്നവരുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറയണം. ശ്രീകുമാർ സാറിനെ എന്നെ ഒന്ന് വിളിച്ചു പറയണം, അവിടെ ഇത്തിരി ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയണ്ട. കാരണം അത് ബുക്ക് ചെയ്യാനാണ്, മനസ്സിലായ? സന്തോഷം നിറയുന്ന അടിപൊളി പ്രോഗ്രാമാണ്. എല്ലാവർക്കും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. കൊട്ടാരക്കരയാണ്. എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. വിജയം ഉറപ്പാണ്. നമ്മൾ വിജയിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട, വേവലാതിപ്പെടേണ്ട, വിഷമിക്കേണ്ട, ബുദ്ധിമുട്ടേണ്ട, മനസ്സിലായില്ലേ? ഉറപ്പായിട്ട് നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച നമ്മൾ അടുത്ത പ്രോഗ്രാംസ് തൃശ്ശൂരാണ്. ചൊവ്വാഴ്ച BOP, ബുധനാഴ്ച 2 BOP ആണ് ഇപ്രാവശ്യം ഉള്ളത്. ഒന്ന് കോട്ടയത്തുണ്ട്, ഒന്ന് കോഴിക്കോടുണ്ട്. നിങ്ങൾ പ്രോഗ്രാം സെന്ററിലേക്ക് വരണം. അവിടെ നിന്നാണ് നമുക്കൊരു വലിയ ഒരു പവർ കിട്ടുക എന്നുള്ളതാണ്. അല്ലെ നിങ്ങൾ 4-5 പേരും അവിടെ ഇവിടെയും ഹോം മീറ്റിംഗ് മാത്രം നടത്തിയാൽ പോരാ. വലിയ മീറ്റിംഗ് സെന്ററിലേക്ക് വരുമ്പോൾ വലിയൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് നമുക്ക് എത്തും, അല്ലെ? നമ്മളെന്തിനാ അമ്പലങ്ങളിലും പള്ളികളൊക്കെ പോകണം എന്ന് പറയണത്? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ അമ്പലങ്ങളും പള്ളികളിലും പോകുമ്പോൾ അവിടെ കൂട്ടത്തോടെ ആളുകൾ വന്ന്, ഇല്ലേ, അവിടെ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും അവിടുത്തെ ഓരോ അന്തരീക്ഷം കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ലെവൽ വേറൊരു ലെവലിലേക്ക് പോകും, നമ്മുടെ വൈബ്രേഷൻ വേറൊരു ലെവലിലേക്ക് പോകും, നമ്മുടെ എനർജി ലെവൽ വേറൊരു ലെവലിലേക്ക് പോകും. അതിനാണ് നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്, കൂട്ട പ്രാർത്ഥന നടത്തുമ്പോൾ, ഇല്ലേ? ശരിയല്ലേ? അവിടെ വേറൊരു ലെവലാണ് ഉണ്ടാവുക. വീട്ടിലിരുന്നും പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം സെന്ററിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പവർ ഉണ്ടല്ലോ, അത് വേറെ ലെവലിലേക്ക് പോകും. പിന്നെ നിങ്ങൾ ആര് വിചാരിച്ചാലും നിങ്ങളെ തളർത്താൻ പറ്റില്ല. നിങ്ങൾ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രോഗ്രാം സെന്ററിൽ പങ്കെടുക്കാൻ പറയുന്നത്. എനിക്കറിയാലോ, ഞാനിത് കൊടുക്കുന്നുണ്ടല്ലോ, ഞങ്ങളവിടെ മീറ്റിംഗ് ഉണ്ടല്ലോ, ഞങ്ങൾ 2 ആളെ കാണാൻ പോയിട്ടുണ്ടല്ലോ, അതല്ല വിജയം എന്ന് പറയുന്നത്. അതൊരു സമൂഹത്തിൽ കൂടിച്ചേരുമ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അറിയാം, ഇല്ലേ? അവിടെ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ അതിന്റെ ഒരു മണം വരും. അതും നമ്മുടെ, ഇല്ലേ, ശരീരത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം ഉണ്ടാവും. അതുപോലെ അവിടെ, ഇല്ലേ, അവിടെ പഞ്ചവാദ്യം മറ്റെന്തൊക്കെ ഉണ്ടാവും, ഇടക്ക കൂട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അത് നമ്മളെ ശബ്ദത്തിൽ, ഇല്ലേ, ശബ്ദമായിട്ട് വേറൊരു രൂപത്തിലേക്ക് വരും. പിന്നെ അവിടെ മണിയടിക്കും, ഇല്ലേ? പൂജ ചെയ്യുമ്പോൾ മണിയുടെ ശബ്ദം വേറൊരു രൂപത്തിലേക്ക് വരും. മനസ്സിലായ? ഇതെല്ലാം കൂടെ വന്നുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അത് അതിശക്തമാക്കും എന്റെ പൊന്നു. പഞ്ചേന്ദ്രിയങ്ങളിലുണ്ടല്ലോ എനർജി പമ്പ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ലെവലിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. ഇതിനാണ് ഇവിടെയൊക്കെ പോകാൻ പറയുന്നത്. മനസ്സിലായ? അതുപോലെ തന്നെയാണ് ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ റിസൾട്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ വലിയ ഒരു ഉണർവുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അവസാനം ആരോ ഇവിടെ ഷെയർ ചെയ്ത് ഏറ്റവും പ്രായമായ തന്റെ അമ്മക്ക്, അല്ലെ, ഉമ്മക്ക് കേൾവിശേഷി കിട്ടിയെന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്കണം, എന്തൊക്കെ റിസൾട്ട് അവന് കേൾവിശീലേ. ഇനി ജീവിതത്തിൽ ഇത്രയും പ്രായമുള്ള ആൾക്ക് കേൾക്കാൻ പറ്റുമോ? എന്നാൽ എന്തും സാധിക്കുന്ന ഒരു വലിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും, റിസൾട്ട് ചെയ്ത് ഓരോരുത്തർക്കും, ഷെയർ ചെയ്ത ഓരോരുത്തർക്കും നന്ദി അറിയിപ്പിച്ചുകൊണ്ട് ഇത് പ്രോഗ്രാം വളരെ ഗംഭീരമാക്കി തീർത്ത ഇന്നത്തെ നമ്മുടെ MC തങ്കമണി മേഡത്തിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. താങ്ക് യു.